എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുടുംബവുമായിട്ട് അകലുന്ന ആളുകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചില ആളുകൾ വളരെയധികം ആക്റ്റീവായിട്ട് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊണ്ടിരുന്ന ഒരാൾ, ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരാൾ പെട്ടെന്ന് കുടുംബവുമായിട്ട് അകലുകയും അങ്ങ് മാറി താമസിക്കുകയും എപ്പോഴെങ്കിലും ഒക്കെ മാത്രം കുടുംബത്തെ കാണാൻ വരികയൊക്കെ ചെയ്യുന്നൊരു രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതൊരിക്കലും ഒരു പെട്ടെന്നുണ്ടായ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പൾസീവായിട്ടുള്ള പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്തോ, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു ചെറിയ വഴക്കുണ്ടായി അതിൻ്റെ പേരിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത് കാലങ്ങളായിട്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ, പുറത്ത് പറഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രയോ ആയിട്ട് അവരുള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന സപ്രസ്ഡ് ആയ ഒരുപാട് ഇമോഷൻസിൻ്റെയൊക്കെ പുറത്തായിരിക്കും അവരിങ്ങനെയുള്ള തീരുമാനങ്ങളിൽ എത്തുക. അധികവും ഇങ്ങനെ അകന്നു പോകുന്ന ആളുകൾ ഒരുപാട് ഉത്തരവാദിത്വത്തോടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ അകലാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ അബ്യൂസ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും അവരെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാളൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. അവരുടെ ഇമോഷണൽ നീഡ്സ് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ, ചില കുടുംബത്തിൽ ചില ആളുകളെ കറവ പശുവിനെ പോലെ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിരിക്കും ഇയാൾ അങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും. വളരെ ഉത്തരവാദിത്വത്തോടെ പണ്ട് തൊട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം കുടുംബത്തിൻ്റെ ശാന്തി സമാധാനം നിലനിർത്താനായിട്ട്, പ്രശ്നങ്ങളില്ലാതെ ഇരിക്കാനായിട്ട്, കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആദ്യമൊക്കെ എല്ലാവരും ഇതിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും. അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുകയും അക്നോളജ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അവരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കും. അതങ്ങ് അവൾ ചെയ്തോളും, അല്ലെങ്കിൽ അവൻ ചെയ്തോളും, അവനാണ് എപ്പോഴും ചെയ്യാറ് എന്നുള്ള രീതിയിലേക്ക് അത് മാറും. അവരാണത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് അത് മാറും. പിന്നെ എങ്ങാനും അവർ ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലായിരിക്കും ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടുക. ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ സ്മൂത്തായി നടന്നു പോകുമ്പോൾ ആ ചെയ്യുന്ന ഒരാളുടെ സാക്രിഫൈസസ്, അയാളുടെ ബുദ്ധിമുട്ടുകൾ, അയാളുടെ ഇമോഷണൽ നീഡ്സ്, ഇതൊന്നും മറ്റുള്ള കുടുംബാംഗങ്ങൾ കാണില്ല. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ള ചോദ്യവും. അപ്പോൾ ഇവർക്ക് അങ്ങനെ ചോദിക്കാനും കഴിയില്ല. എന്തിനും ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തോടെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇവർക്ക് കിട്ടില്ല. കാരണം കാലങ്ങളായിട്ട് ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകൾ അത് അവരുടെ കടമയാണ് എന്നുള്ള രീതിയിൽ അങ്ങ് വെച്ചിരിക്കുകയാണ്. അവരെ അങ്ങ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ അത് പെട്ടെന്ന് ഒരു കുടുംബത്തിൽ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റാനും, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, അതല്ല ശരി ഇതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. നമ്മളിപ്പോൾ ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പൈസ ചിലവാക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ എപ്പോഴെങ്കിലുമൊക്കെ അയാൾക്ക് തോന്നുകയാണ്, എന്തിനാണ് ഞാൻ മാത്രം ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കുന്നത്, മറ്റുള്ളവരെന്താണ് എന്നെപ്പോലെ തന്നെ അവരും എന്താണ് ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ നടത്താത്തത് എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ ഇയാൾ എപ്പോഴെങ്കിലുമൊക്കെ അത് സംസാരിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഇയാൾ കുറ്റക്കാരനാവും. അവൻ കണക്ക് പറയാനും തുടങ്ങി. അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി, അവനവൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവനവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് കണക്കും പറഞ്ഞും കൊണ്ട് വരിക എന്നുള്ള രീതിയിൽ അവരെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാൻ തുടങ്ങും, ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. നിൻ്റെ കടമയല്ലേ, നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീയല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനമ്മയ്ക്കും വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിനക്കും കൂടി താമസിക്കാനുള്ള വീട് നേരാക്കാൻ വേണ്ടിയല്ലേ പൈസ ചിലവാക്കിയത്, അതിനൊക്കെ ഇങ്ങനെ കണക്ക് പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചെയ്തത് എന്തോ തെറ്റാണ് എന്നുള്ള രീതിയിൽ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം കൂടി അങ്ങ് ആക്കും. അങ്ങനെ ഒരുപാട് ഇവർ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, ഒരിക്കലും ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവുകയില്ല എന്നൊക്കെയുള്ള ഒരു ഉറപ്പിലേക്ക് ആളുകൾ എത്തുമ്പോൾ അവർ പതുക്കെ കുടുംബമായിട്ട് അകലാൻ തുടങ്ങും. പിന്നെയുള്ളൊരു കാരണമാണ് ലാക്ക് ഓഫ് റെസ്പെക്റ്റ്, നോ ബൗണ്ടറീസ്. ഇവരുടെ സാധനങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കില്ല. ഇവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. എല്ലാത്തിലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ വരികയാണ്. ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ തീരുമാനിക്കാൻ, ലൈഫ് ചോയ്സസിലൊക്കെ മറ്റുള്ളവർ കയറി അങ്ങ് ഇടപെടുകയായിരിക്കും. ഇന്ന ആളെ കല്യാണം കഴിക്കണം, ഇന്ന ജോലിക്ക് പോകണം, ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോകണം, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരാൾക്ക് തീരുമാനം എടുക്കാൻ എല്ലാം അവർ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ തീരുമാനം പറയാൻ മാത്രം മറ്റുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഒരു പേഴ്സണൽ ബൗണ്ടറി കൊടുക്കാത്ത ഫാമിലികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അവസാനം എങ്ങനെയെങ്കിലും ആ എൻവയോൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുക, അവനവന് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ വേറെ വഴിയില്ല എന്ന് കാണുമ്പോൾ അങ്ങനെ ആളുകൾ കുടുംബമായിട്ട് അകലാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിന് അത് ഓക്കെ ആയിരിക്കില്ല. ഇയാളുടെ ജീവിതത്തിൽ ആ പാർട്ട്ണർ വളരെയധികം ഓക്കെ ആയിരിക്കും. അവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കും എന്നൊരു ധാരണ ഇവർക്കുണ്ടായിരിക്കും. പക്ഷേ ബാക്കിയുള്ള അംഗങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
പിന്നെയുള്ളൊരു സംഭവമാണ് ടോക്സിക് പാറ്റേൺസ്. ചില മാതാപിതാക്കൾക്ക് ഫേവറേറ്റിസം ഉണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ചില കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. ഒരു കുട്ടിയെ അവർക്ക് ഇഷ്ടമായിരിക്കും, അപ്പോൾ അയാൾ ചെയ്യുന്നതിനെല്ലാം ഇവർ സപ്പോർട്ട് ചെയ്യും. അതേ പരിഗണനയും അതേ സ്നേഹവും ആ റെസ്പെക്റ്റും ഒന്നും മറ്റേ ആൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ചില മാതാപിതാക്കൾ കണ്ടിട്ടില്ലേ, അവൾക്ക് അത് ചെയ്തു കൊടുക്കുക, അവന് ഇത് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടി ഒരു മകൻ്റെ ഇടന്നോ മകളുടെ ഇടന്നോ പൈസ എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നും, ഞാൻ ഉപയോഗിക്കപ്പെടുകയാണോ, ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയാണോ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണോ ഞാൻ, അല്ലാതെ എൻ്റെ കാര്യങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമ്പോൾ, അങ്ങനെ അവഗണിക്കപ്പെടുന്നു, മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു പരിഗണന എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ, അങ്ങനെ ടോക്സിക്കായ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ പെരുമാറ്റം കൊണ്ടും ആളുകൾ കുടുംബമായിട്ട് അകലാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു കാരണമാണ് ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ അബ്യൂസ്. ചില ആളുകളുണ്ട്, അവരെ കൊണ്ട് കുടുംബത്തിന് യാതൊരു ഗുണവും ഉണ്ടായിരിക്കില്ല, പക്ഷെ കുടുംബത്തിലെ മെയിൻ അംഗമായതുകൊണ്ട് നമുക്ക് അവരെ ഒഴിവാക്കാനും പറ്റില്ല. അവർ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കും, എന്നാൽ കുടുംബത്തിന് യാതൊരു ഗുണവുമില്ല. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ അനാവശ്യമായിട്ട് ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ ഒരുപാട് ക്യാഷ് അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് അതൊന്ന് നന്നായി നടക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഒരു കുടുംബാംഗം ഉണ്ടായിരിക്കും, അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുകയും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അങ്ങ് ബഹളം ഉണ്ടാക്കിയിട്ട് ആ ചടങ്ങാകെ അലങ്കോലമാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെപ്പോഴും ഞാൻ എന്നുള്ള ചിന്തയുള്ള ആളുകളായിരിക്കും. എന്നോട് മോശമായി പെരുമാറി, അപ്പം എനിക്ക് ദേഷ്യം വന്നു, അപ്പം ഞാനങ്ങ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ പറയുക. അപ്പോൾ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല ഇതൊരു ചടങ്ങാണ്, ഇത് നടത്താൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അപ്പോൾ ഇത് നന്നായി നടക്കണം, ഇത് എൻ്റെയും കൂടി കുടുംബമാണ്, എൻ്റെയും കൂടി വീട്ടിൽ നടക്കുന്ന കാര്യമാണ്, അപ്പം ഞാൻ ദേഷ്യം വന്നാലും അതിന് ഇങ്ങനെ പ്രതികരിക്കരുത്, കുറച്ചുകൂടി ഒതുങ്ങി നിൽക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്ക് വരുന്നില്ല. അവർക്ക് എപ്പോഴും ഞാൻ എന്നുള്ള ചിന്തയാണ്. എന്നോട് മോശമായി പെരുമാറി, അപ്പോൾ ഞാൻ തിരിച്ചും പറഞ്ഞു, പിന്നെ വേറൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സ്വാർത്ഥരായ കുടുംബാംഗങ്ങൾ വേറെ ഉണ്ടെങ്കിൽ, വളരെ ടോക്സിക്കായ സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ, എമ്പത്തറ്റിക് അല്ലാത്ത ആളുകൾ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെയുള്ള കുടുംബങ്ങളിലാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ടോക്സിക് എൻവയോൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതിയിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. സ്വാർത്ഥരായ ആളുകൾ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അത് അഫക്റ്റ് ചെയ്യുക കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയും കൂടി ജീവിതത്തിനായിരിക്കും. അപ്പോൾ അവസാനം സഹിയിട്ടിട്ട് കുടുംബമായിട്ട് അകലുന്ന ആളുകളുണ്ട്. പിന്നെയുള്ളൊരു കാരണമാണ് നെഗ്ലക്റ്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ബാല്യത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കും. അച്ഛനും അമ്മയും അവരവരുടെ തിരക്കുകൾ കാരണം, അല്ലെങ്കിൽ അവരുടെ ജോലി തിരക്കുകളോ അങ്ങനെയുള്ള കുടുംബത്തിലെ വേറെ കാര്യങ്ങളൊക്കെ കാരണം ഒരു കുട്ടി എന്ന നിലയിൽ ഇവർക്ക് ഒരുപാട് പരിഗണനകളൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഇവരുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും മെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. ഇവരുടെ വിഷമങ്ങൾ കാണാനോ ഇവരുടെ സന്തോഷങ്ങൾ കാണാനോ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നും അച്ഛനും അമ്മയ്ക്ക് സമയം ഉണ്ടായിരിക്കില്ല. അങ്ങനെ വളർന്നു വന്ന കുട്ടികൾക്ക് പിന്നെ അഡൾട്ട് ആകുമ്പോഴും അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുടുംബമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ വലുതായിട്ട് അച്ഛനും അമ്മയൊക്കെ ഫ്രീ ആകുമ്പോൾ അവർ ഒരുപാട് സ്നേഹം കാണിച്ചതുകൊണ്ട് ഇവർക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെ അടുപ്പമുണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം ഇവർക്ക് ചെറുപ്പത്തിൽ ആവശ്യമുള്ള സമയത്തൊന്നും ആ ഒരു പരിഗണനയോ സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ വലുതാവുമ്പോൾ പെട്ടെന്ന് അത് ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവഗണിക്കപ്പെട്ട ബാല്യമുള്ള ആളുകൾക്ക് വലുതാവുമ്പോഴും കുടുംബമായിട്ട് വലിയ അടുപ്പം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ കുടുംബവുമായിട്ട് അകന്ന് പോകുന്ന ആളുകളെ അധികം പേരും വളരെ സെൽഫിഷ് ആണെന്നും അവർ സ്വന്തം കാര്യം നോക്കിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും അവർ സെൽഫിഷ് ആയതുകൊണ്ടല്ല, മറിച്ച് സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരിക്കും. അവർക്ക് ശാന്തി കിട്ടാത്ത ഒരു സ്ഥലത്ത് നിന്ന്, അവർക്ക് സമാധാനം കിട്ടാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് കാലമായിട്ട് സർവൈവൽ മോഡിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, റിലാക്സ്ഡായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടായിരിക്കുക, കുടുംബാംഗങ്ങളുമായിട്ട് അകലുന്നുണ്ടായിരിക്കുക.